നമസ്കാരം. എല്ലാവരും ഓണപ്പാച്ചിലായതുകൊണ്ടാണ് കാഴ്ചകൾക്ക് കുറച്ച് ദിവസത്തേക്ക് അവധി നൽകിയത്. ഏതായാലും രണ്ട് കഥകളോടുകൂടി തുടങ്ങാം. ഓണക്കഥകളൊന്നുമല്ല ഇതെന്ന് മാത്രം. CPIMൻ്റെ പാർട്ടി സമ്മേളനങ്ങളിലെല്ലാം സർക്കാരിനും പാർട്ടിക്കും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തും എന്ന് സ്ഥിരമായി പ്രഖ്യാപിക്കുന്ന സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കേൾക്കാൻ വേണ്ടിയാണ് ഇക്കഥ എന്ന് ചിലപ്പോൾ ചിലർക്കെങ്കിലുമൊക്കെ തോന്നിയേക്കാം. പക്ഷേ അത് തീർത്തും ശരിയല്ല എന്ന് മാത്രം ആദ്യമേ പറയട്ടെ. കഥ ഇതാണ്. പണ്ടൊരു വയസ്സൻ കീറിപ്പൊളിഞ്ഞ ഒരു കുടയുമായി കുട നന്നാക്കുകാരനെ സമീപിച്ചു. ചില മാറ്റങ്ങൾ വരുത്തിയാൽ കുടയുടെ കുഴപ്പമെല്ലാം നീങ്ങും എന്ന് കുട നന്നാക്കുകാരൻ ഉറപ്പിച്ചു പറഞ്ഞു. എന്തെല്ലാം മാറ്റങ്ങളാണ് അത്യാവശ്യമായി ചെയ്യേണ്ടതെന്ന് വയസ്സൻ വീണ്ടും ചോദിച്ചു. ആ കാലും ശീലയും 8 കമ്പികളും മാത്രം തൽക്കാലം മാറ്റിയാൽ മതി എന്നായിരുന്നു കുട നന്നാക്കുകാരൻ്റെ മറുപടി. അടുത്ത കഥ KK പല്ലശ്ശന എഴുതിയതാണ്. കശാപ്പിനായി കൊണ്ടുവന്ന ആട് അറവുകാരൻ്റെ നായയെ നോക്കി ചോദിച്ചു, നിനക്കെങ്ങനെ ഇതെല്ലാം കണ്ടു നിൽക്കാൻ കഴിയുന്നു? നായ ഒന്നും പറയുന്നില്ല. അല്പനേരത്തെ മൗനത്തിന് ശേഷം നായ പറഞ്ഞു, ചങ്ങാതി, ആദ്യമൊക്കെ ഞാൻ ഉച്ചത്തിൽ കുരച്ചുകൊണ്ട് പ്രതിഷേധിക്കുമായിരുന്നു. എന്നാൽ അറവുകാരൻ എനിക്ക് എല്ലിൻ കഷ്ണങ്ങൾ എറിഞ്ഞു തരാൻ തുടങ്ങിയതോടെ ഞാൻ വായടച്ചു. ഇപ്പോൾ വാലാട്ടാനേ എനിക്കറിയൂ. തീവ്രത കൂടിയ പീഡന വ്യവസായി നടൻ മുകേഷിൻ്റെയും ADGP അജിത് കുമാറിൻ്റെയും രാജി വേണ്ടണം എന്ന് വ്യക്തവും ശക്തവുമായ നിലപാടെടുത്ത CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായോ CPIയുമായോ ഈ കഥയ്ക്ക് എന്തെങ്കിലും സാമ്യം തോന്നിയാൽ അത് തികച്ചും തെറ്റാണ് എന്ന് മാത്രമാണ് ഈ കഥയുടെ കാര്യത്തിലും അറിയിക്കാനുള്ളത്.